Hi dear students, നിങ്ങളുടെ വാല്യുവേഷൻ ബിടെക് S1-ൻ്റെ വാല്യുവേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ എക്സാമിനേഴ്സും അത് വാല്യുവേഷൻ ക്യാമ്പിൽ റിട്ടേൺ ചെയ്തു. ഇനിയുള്ളത് നിങ്ങളുടെ ഗ്രേഡൊക്കെ അസൈൻ ചെയ്യുക എന്നുള്ളതും ഫെയിൽ പാസ് ചെയ്തൊക്കെ അസൈൻ ചെയ്യുക എന്നുള്ളതും റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ പ്രൊസീജിയറും ചെയ്യാനുള്ളതാണ്. അതൊക്കെ വാല്യുവേഷൻ ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോതും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ ജനുവരി 11 മുതൽ ജനുവരി 20 വരെയായിരുന്നു വാല്യുവേഷൻ. അത് കഴിഞ്ഞിട്ട് 21 നിങ്ങളുടെ S2-ൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ, അതായത് വിത്തിൻ 1.5 മന്തിൽ നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം. വിത്തിൻ 1 മന്തിൽ തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇത്രയും പെട്ടെന്നാണ് വാല്യുവേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് എന്ന് പറഞ്ഞാൽ SGPA ഗ്രേഡ് എന്നായിരിക്കും. SGPA എന്ന് പറഞ്ഞാൽ സെമസ്റ്റർ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്നുള്ളൊരു ഗ്രേഡാണ്. അത് ഓരോരോ സെമസ്റ്ററിനും കിട്ടുന്ന ഗ്രേഡിനെയാണ് SGPA എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ, അതായത് എൻഡ് സെമസ്റ്ററിലൊക്കെ കിട്ടുന്ന ഗ്രേഡാണ് ഇത് CGPA എന്ന് പറയുന്നത്. ഈ SGPA എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് സ്റ്റുഡൻസ് അക്കാഡമിക് പെർഫോമൻസ് ഇൻ എ സിംഗിൾ സെമസ്റ്റർ ബേസ്ഡ് ഓൺ 10 പോയിൻ്റ് ഗ്രേഡിംഗ് സ്കെയിൽ. 10 ഗ്രേഡിംഗ് സ്കെയിൽ വെച്ചിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് ഇത്. സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് പെർഫോമൻസ് ഈച്ച് സെമസ്റ്ററിൽ മെഷർ ചെയ്യുന്ന ഒരു ഗ്രേഡിനെയാണ് SGPA എന്ന് പറയുന്നത്. ഇതിലും 50% വേണം നിങ്ങളുടെ പാസ് മാർക്ക്. മീൻസ് ഇൻറ്റേർണൽ മാർക്കും എക്സ്റ്റേണൽ മാർക്കും, നിങ്ങൾ റിട്ടേൺ എഴുതിയ മാർക്കും നിങ്ങൾക്ക് കിട്ടിയ ഇൻറ്റേർണൽ മാർക്കും കൂടെ 50% വേണം താനും. ദെൻ എക്സ്റ്റേണലി ആയിട്ട് തന്നെ 40% വേണം. അതായത് നിങ്ങൾ ഔട്ട് ഓഫ് 60ലാണ് എഴുതുന്നത്, 60യുടെ 40% നിങ്ങൾ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. പാസ്സാവില്ല എന്ന് വിചാരിച്ചെന്ന് ആരും ഇപ്പോഴേ ടെൻഷൻ അടിക്കുന്നത് വേണ്ട. എല്ലാവരും പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് സപ്ലി വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സ്കീം അനുസരിച്ച് പോലെയല്ല. നിങ്ങളുടെ ഈ 2024 സ്കീമിലാണെങ്കിൽ അവർക്ക് ഓരോ സെമസ്റ്ററിനും ഈ സപ്ലിക്ക് എഴുതി സപ്ലി രജിസ്റ്റർ ചെയ്ത് സപ്ലി ചെയ്താലുള്ളൊരു ഗോൾഡൻ ചാൻസും കൂടിയാണ് യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന സ്കീമുകാർക്ക് ഓഡ് സെമ്മിലാണ് ഫെയിലാകുന്നതെങ്കിൽ സപ്ലി വരുന്നതെങ്കിൽ ഇങ്ങനെയാണ്. ഓഡ് സെം ആണെങ്കിൽ ഓഡ് സെമ്മിൻ്റെ കൂടെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഫസ്റ്റ് സെമ്മിലാണെങ്കിൽ തേർഡ് സെമ്മ്, ഫിഫ്ത്ത് സെം എക്സെട്ര അങ്ങനെ പോകുമായിരുന്നു. അതല്ല S2-ലായിരുന്നെങ്കിൽ, ഈവൻ സെം S2-ലായിരുന്നെങ്കിൽ S4 S6 അങ്ങനെ പോകും. ആ ഒരു സെമ്മിൻ്റെ കൂടെ മാത്രമേ അവർക്ക് സപ്ലി എഴുതാനും സപ്ലി രജിസ്റ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 24 സ്കീം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സെമസ്റ്ററിൻ്റെ കൂടെയും സപ്ലി എഴുതിയെടുക്കാം. പക്ഷേ അത് വിചാരിച്ചുകൊണ്ട് ആരും ലാഗാവാൻ നിൽക്കരുത്. ആസ് ഏർലി ആസ് പോസിബിളായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ബാക്ക് പേപ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്യുക. ഇനി എന്താണ് ഈ സപ്ലി എക്സാം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. 11th 12th +1 +2 ആണെങ്കിലൊന്നും നിങ്ങൾ ഈ സപ്ലി എക്സാം ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. ഒന്നുകിൽ സേ എക്സാം അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കില്ലേ കേട്ടിട്ടുണ്ടാവുക. ഈ സപ്ലി എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെയിൻ എക്സാം രജിസ്റ്റർ ചെയ്തു, അത് ഒന്നുകിൽ എഴുതാൻ പറ്റിയില്ല, രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്തു, എഴുതാൻ പറ്റാതെ എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും കാരണവശാൽ എഴുതാൻ പറ്റാതിരുന്നു കഴിഞ്ഞാലും അത് ഒരു സപ്ലി എക്സാം ആയിട്ടാണ്, ബാക്ക് പേപ്പർ ആയിട്ടാണ് കൂട്ടുന്നത്. അതല്ല, നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് മാർക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 50% ഇൻറ്റേർണലിയും എക്സ്റ്റേണലിയും കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ എന്ന് ഓരോ പേപ്പറിലും. ആ ഒരു 50% മാർക്ക് കിട്ടാത്തവരെ സപ്ലിമെൻ്ററി എക്സാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചാൻസ് തരികയാണ്, വേറെ എക്സാം എഴുതിയെടുക്കുക എന്നുള്ള ചാൻസ് തരികയാണ്. അപ്പോൾ S8 ആവുന്നതിന് മുമ്പ് തന്നെ എല്ലാ സപ്ലി പേപ്പേഴ്സ് ഉണ്ടെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്തോളുക. ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ഈ പ്ലേസ്മെൻറ്റിനൊക്കെ അത് ചെറിയ ഇതിൽ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സപ്ലി എന്നുള്ളത്. അതൊക്കെ ഇനിയുള്ള മുമ്പോട്ടുള്ള സെമസ്റ്ററിൽ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുക പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത്. അതേപോലെ നമ്മുടെ ഫൈനൽ ഈ സർട്ടിഫിക്കറ്റിലൊക്കെ എത്രാമത്തെ ചാൻസിലാണ് പാസ്സായതെന്നുള്ള ഒരു ഡ്രോബാക്സൊക്കെ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആരും തന്നെ സപ്ലിയിലോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ളത് KTU സൈറ്റിലാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാം. നിങ്ങൾ സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്ത് കയറി നോക്കിയാൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിന് നേരെ സ്ലോട്ട് ഓർഡർ ഉണ്ടാവും. സ്ലോട്ട് ഓർഡർ മീൻസ് മാത്സിന് വേണമെങ്കിൽ ഫസ്റ്റ് A സ്ലോട്ട്, ഫിസിക്സ് ഓർ കെമിസ്ട്രി B സ്ലോട്ട്, അങ്ങനെ ആയിട്ട് പോകും. വിത്ത് കോഴ്സ് കോഡ് ഉണ്ടാവും. അല്ലാതെ നിങ്ങളുടെ കോഴ്സ് നെയിമായിട്ടൊന്നും കാണില്ല, കോഴ്സ് കോഡാണ് ഉണ്ടാവുക. അതൊന്ന് ഓർത്തിരുന്നോളുക. അതിന് നേരെ P എന്നോ S എന്നൊക്കെ കാണാം. P മീൻസ് പാസ്, S മീൻസ് ഔട്ട്സ്റ്റാൻഡിങ്, ദാറ്റ് മീൻസ് എബോവ് 90%. ദെൻ A+ ഗ്രേഡ്, A ഗ്രേഡ് അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ F ഉണ്ടാവും. F ആണ് നമ്മുടെ താരം. F മീൻസ് ഫെയിൽഡ് ആണ്. ഫെയിൽഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സപ്ലൈ ചെയ്തതിൻ്റെ ആവശ്യമാണ് വരുന്നത്. ദെൻ ഇതുവരെ പേപ്പർ നോക്കിയതിലൊക്കെ
നിങ്ങൾ കാര്യമായിട്ടൊന്നും എക്സാം എഴുതിയിട്ട് കണ്ടില്ല, കിട്ടിയ പേപ്പറിലൊന്നും കാര്യമായിട്ടൊന്നും ആ ബുക്ക്ലെറ്റ് വലിയൊരു ബുക്ക്ലെറ്റ് അല്ലേ, നിങ്ങൾ ക്യാഷ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത എക്സാം ആണെന്ന് ഓർത്തിരുന്നോളൂ. നിങ്ങളുടെ ടൈം, നിങ്ങളെ എഫേർട്ട്, നിങ്ങളെ പേപ്പേഴ്സ് ഒന്നും വേസ്റ്റ് ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്യൂഷനെങ്കിലും പോയിക്കൊള്ളുക. അല്ലാതെ ഈ പേപ്പേഴ്സൊക്കെ നോക്കിയ സമയത്ത് ഞാനൊക്കെ വിചാരിച്ചു ഇങ്ങനെയും ടീച്ചേഴ്സൊക്കെ ഇത്രയും ലെക്ചറും ഇത്രയും അസൈൻമെൻറ്റ് ഇത്രയും ക്വസ്റ്റ്യൻ ബാങ്ക് ഇതൊക്കെ തന്നിട്ടും നിങ്ങളെന്താ ഇത്രയൊന്നും എഴുതാതെ ഒന്നും പേപ്പറിൽ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇനിയുള്ള എക്സാമിന് അങ്ങനെ വരരുത് ഒരിക്കലും. നല്ലപോലെ പ്രോപ്പറായിട്ട് തന്നെ പ്രിപ്പയർ വെൽ, എക്സാമിന് നല്ലപോലെ എഴുതിക്കൊള്ളുക. എന്തെങ്കിലും ട്യൂഷനൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാവില്ലേ, യൂട്യൂബിലൊക്കെ ക്ലാസ് ഉണ്ടാവില്ല, അതൊക്കെ നോക്കുക, ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കുക, എന്നിട്ട് കാര്യമായിട്ട് തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക. പിന്നെയുള്ളത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കുറേ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു 10 മാർക്കിൻ്റെ എസ്സേയോ അതല്ലേ 6 മാർക്കിൻ്റെ എസ്സേയോ 4 മാർക്കിൻ്റെ എസ്സേ 5 മാർക്കിൻ്റെ എസ്സേ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് ഇങ്ങനെ പാരഗ്രാഫ് പോലെ എഴുതിയാലോ അതൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് പുറത്ത് പോകുന്നത്. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. ഒരു സ്കീമുണ്ട് ഇതിനൊക്കെ, മാർക്കിടാൻ ഒരു പ്രത്യേകമായിട്ടുള്ള സ്കീമുണ്ട്. ആ സ്കീം അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ എന്ന് ഓർത്തോളുക. അല്ലാതെ പോയിൻ്റ് ഇല്ലാതെയൊന്നും മാർക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളാം, സ്കീമുണ്ടെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ ഈ സപ്ലി നിങ്ങളുടെ കൂടെ തന്നെ റെഗുലർ എക്സാമിൻ്റെ കൂടെ തന്നെ റെഗുലർ പേപ്പേഴ്സിൻ്റെ കൂടെ തന്നെ ആയിട്ട് സപ്ലി പേപ്പേഴ്സ് നോക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊന്ന് മനസ്സിലായത് 2024 സ്കീം അനുസരിച്ച് ഒരു പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാനും അവർക്ക് പാസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ് 2024 സ്കീം. കാരണം 60 മാർക്കുള്ളൂ അവർക്ക്, 5, 4 അങ്ങനത്തെ എസ്സേസൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ 2019 സ്കീം 2015 സ്കീം അനുസരിച്ചൊക്കെ അവർക്ക് 100 മാർക്കിന് റിട്ടേൺ എക്സാമാണ്. അപ്പോൾ അതൊക്കെ അവർ 100 മാർക്കിനും എഴുതിയെടുക്കണം. എസ്സേക്കൊക്കെ മാർക്ക് കുറച്ച് കൂടുതലാണെങ്കിലും അത്രയും പോയിൻറ്റ്സൊക്കെ കണ്ടിരിക്കണം. പക്ഷേ സപ്ലി പേപ്പറിൽ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തീരെ ഒരു ബുക്ക്ലെറ്റിൽ വലിയൊരു ബുക്ക്ലെറ്റിൽ ഇത്തിരി ഫസ്റ്റ് പേജ് ഫസ്റ്റോ സെക്കൻഡ് പേജ് മാത്രമേ അവർക്ക് അറ്റൻഡ് ചെയ്ത് കണ്ടുള്ളൂ. അത് കണ്ടപ്പോൾ ടെൻഷൻ തോന്നി. കാരണം ഇത്രയും ക്യാഷ് കൊടുക്കുന്നു, 1 or 2 പ്രാവശ്യത്തെ അറ്റൻഡ് ആയിരിക്കാം അവർക്ക്, എന്നിട്ടോ ക്യാഷ് കൊടുത്താണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ ക്യാഷ് വെറുതെ ആക്കാമെന്ന് തോന്നി. പിന്നെ ഉള്ളത് അവരെ ടൈം വേസ്റ്റ് ചെയ്തു, അവരെ പേപ്പേഴ്സ് വേസ്റ്റ് ചെയ്തു, എഫേർട്ട് വേസ്റ്റ് ചെയ്തു. കുറച്ചെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ടാവില്ലേ എങ്ങനെയാണെങ്കിലും, അതൊക്കെ വേസ്റ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ഇനി മുതൽ അങ്ങനെ സപ്ലൈ ചെയ്യുന്ന അവരെ ഒരു അപേക്ഷയാണ്. സപ്ലൈ ആണെങ്കിലും മെയിൻ എക്സാം റെഗുലർ എക്സാം എന്താണെങ്കിലും അങ്ങനെ നിങ്ങളുടെ എഫേർട്ട് വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിലോട്ട് വരണ്ടെന്നാണ് പറയാനുള്ളത്. കാരണം എന്തെങ്കിലും കുറച്ചൊന്ന് പഠിച്ചിട്ട് ആ ഒരു പോയിൻ്റ് വൈസ് ആയിട്ട് ആൻസർ ഷീറ്റിൽ കണ്ടില്ല എങ്കിൽ ഞങ്ങൾ എക്സാമിനേഴ്സിനും ടെൻഷനാണ്. നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ഇല്ലല്ലോ, വെറുതെ നിങ്ങളുടെ എഫേർട്ടല്ലേ, ഞങ്ങളുടെ എഫേർട്ടല്ലേ, പിന്നെ നിങ്ങളെന്തിനാ KTUവിനെ പണക്കാരാക്കുന്നത്, അതിൻ്റെ ഒരാവശ്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ടൈം നിങ്ങളുടെ ക്യാഷാണെന്ന് മാത്രമെങ്കിലും ഒന്ന് ഓർത്തോളുക. അതുകൊണ്ട് ഇനി സപ്ലൈ ചെയ്താൽ വരുന്നവരും റെഗുലർ എക്സാം വരുന്നവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എക്സാം എഴുതുന്നത്, നിങ്ങളൊന്ന് പാസ്സായി പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നല്ലപോലെ എഴുതുക. നിങ്ങളൊന്ന് പാസ്സായി കാണുക എന്നുള്ളത് നിങ്ങളെക്കാളും ഞങ്ങൾക്കാണ് കൂടുതൽ സന്തോഷമുള്ളത്. പേപ്പർ നോക്കുന്ന സമയത്ത് നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള എക്സാമൊക്കെ പ്രോപ്പറായിട്ട് തന്നെ പഠിച്ചിട്ട് എഴുതാൻ നോക്കുക. ഓൾ ദി ബെസ്റ്റ്. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും.